Hello my dear aspirants, a very warm welcome to all of you to Xylem Learning. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ അരിത്മെറ്റിക്കിലെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ടോപ്പിക്കാണ് പേഴ്സൻറ്റേജ്. പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചാപ്റ്റർ ആയിട്ടല്ല, അതിന് ഒരു വലിയൊരു സംഭവമായിട്ട് നമ്മൾ കണക്കാക്കണം. കാരണം അത് ഒരു ചെറിയൊരു ചാപ്റ്റർ ആയിട്ടാണ് നമ്മളുടെ സിലബസിൽ നമ്മൾ കാണുന്നതെങ്കിൽ പോലും ആ ഒരു ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റനവധി അരിത്മെറ്റിക് ചാപ്റ്ററുകളിലേക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പെർസെൻറ്റേജിന്റെ. ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിനോമിനേറ്ററിൽ 100 വരുന്ന ഒരു ഫ്രാക്ഷനെയാണ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് വിളിക്കുക. അതായത് x/100 എന്ന് പറഞ്ഞാൽ അത് പെർസെൻറ്റേജിലാണ്. അതിന്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? അതിനെ സിംബോളിക്കലി നമ്മൾ സിംബൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, x%. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ചിഹ്നമാണ് എന്ത്? ഈ ഒരു ചിഹ്നമാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന വേർഡ് കേട്ടോ. ഈ ഒരു ചിഹ്നം, അതായത് ഡിനോമിനേറ്ററിൽ 100 ആണെങ്കിൽ അത് പെർസെൻറ്റേജിലാണ്. അപ്പൊ 25/100 എന്ന് പറയുമ്പോൾ 25 അതിന്റെ ന്യൂമറേറ്ററും 100 അതിന്റെ ഡിനോമിനേറ്ററുമാണ്. പക്ഷെ എനിക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതിനെ എനിക്ക് 25% എന്ന് ഈ ഒരു ചിഹ്നത്തിലൂടെ എക്സ്പ്രസ് ചെയ്യാം. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇവിടെ വളരെ 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 ഈസി ആയിട്ട് ചില പെർസെൻറ്റേജ് വാല്യൂസ് എങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. ഓരോ പെർസെൻറ്റേജിനെയും അതിന്റെ ഫ്രാക്ഷൻ വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന കോൺസെപ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണണം. പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ തന്നെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ, ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ, ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെഷൻ. ബിക്കോസ് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്? ഈ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ടതാണ്. പക്ഷേ കാണാപ്പാഠം പഠിക്കാനുള്ള വാല്യൂകൾ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ കൃത്യമായിട്ട് അതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എക്സ്പ്രസിങ് എനിത്തിങ് ഇൻ ടേംസ് ഓഫ് 100 എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 550ന്റെ 100% എന്താണെന്നാണ്. 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100/100. അപ്പൊ 100ൽ 100 അല്ലെങ്കിൽ 100/100 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മുഴുവൻ, കംപ്ലീറ്റ് ആയിട്ടും. അല്ലെങ്കിൽ ഇതിനെ 100/100 ക്യാൻസൽ ചെയ്താൽ 1 വരാൻ പോകുന്നത് അല്ലേ. സോ 100/100 × 550 എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണ് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുക? എനിക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്യുക എന്താണ്? That is nothing but 550 itself. എന്ന് വെച്ചാൽ 100% എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ 100% കാണാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ that simply means you have to divide the number by 1. As simple as that. Why? Because this is 100/100. ഓക്കെ. അപ്പം ഒരു ഡെസിമലും കാണേണ്ട കാര്യമില്ല, ഒരു ഡെസിമലും ഇപ്പുറത്തേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ അത് 10% ആയിരുന്നെങ്കിൽ 10% of 550 ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് എന്ത് പറയുമായിരുന്നു? 550ന് ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം എന്ന് പറയും. ബിക്കോസ് ഇതെന്താ 550 × 10/100 എന്ന് വരുമായിരുന്നു. അതായത് എന്താണ്? 550 ഡിവൈഡഡ് ബൈ 10 എന്ന് വരുമായിരുന്നു. അതായത് ഈ സീറോയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? 55 ഉണ്ടാവുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. അതിന് പകരം 55.0, അതായത് 550ക്ക് ഒരു ഡെസിമൽ പോയിന്റ് നമ്മൾ ഇട്ട് കൊടുത്തു 10% ആണെങ്കിൽ. അപ്പൊ 100% ആണെങ്കിലോ ഡെസിമൽ പോയിന്റേ ഇല്ല, ദ നമ്പർ ഇറ്റ് സെൽഫ്. മനസ്സിലായോ? സോ യു ടെൽ മീ, വാട്ട് ഈസ് 100% ഓഫ് 400? 400 itself. What is the 100% of 35? 35ന്റെ 100% എന്താ? 35 തന്നെ. പക്ഷെ 35ന്റെ 10% കാണാൻ പറഞ്ഞു കഴിഞ്ഞാലോ ഞാൻ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കും, അത് 3.5 ആവും. അപ്പൊ നിങ്ങൾ പറ, 150ന്റെ 10% എന്താ വരേണ്ടിയിരുന്നത്? അത് 15 ആണ്. ഡെസിമൽ ഇട്ട് കൊടുക്കും. അപ്പൊ 10%ന് ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കുകയെങ്കിൽ 1% ആകുമ്പോൾ ഞാൻ എത്ര ഡെസിമൽ ഇട്ട് കൊടുക്കണം? 100%ന് ഡെസിമൽ പോയിന്റ് ഇല്ല, 10%ന് ഒരു ഡെസിമല്. ഇപ്പൊ 1%ഓ ഒന്നുകൂടി മാറിയിട്ട് 2 എണ്ണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ 1.5 എന്ന് വരും.
അപ്പൊ നിങ്ങൾ പറ 515 ആയിരുന്നു 1% കാണേണ്ടിയിരുന്നത്. എങ്കിൽ ആൻസർ എന്താകുമായിരുന്നു? 5.50 എന്നാകുമായിരുന്നു. ശരിയല്ലേ ഞാൻ പറയുന്നത്? അതെ, ക്ലിയർ ആയല്ലോ. ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അടുത്തത് നിങ്ങൾ പറ 200ന്റെ 50% കാണണടാ. 200ന്റെ 50%. അപ്പൊ സാധാരണഗതിയിൽ എല്ലാവരും എന്താണ് എഴുതുക? 200 × 50/100 എന്നാണ് എഴുതേണ്ടത് അല്ലെ. 200 × 50/100 എന്ന് എഴുതാം. എഴുതുന്നത് കറക്റ്റ് ആണ്. അപ്പൊ എന്ത് വരും? ഈ 0 വെട്ടിപ്പോയിട്ട് 2 × 50 100 എന്ന് വരും. ഇത് ശരി തന്നെ, ഇതിലൊരു തർക്കവുമില്ല. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്ക്. 200ന്റെ 100% ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എടാ 200ന്റെ 100% എന്താന്നാ പറഞ്ഞേ? 200ന്റെ 100%. ഇപ്പൊ നമ്മൾ പറഞ്ഞു 200ന്റെ 100% എന്ന് പറഞ്ഞാൽ 200 തന്നെ. എടാ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 200 ആണെങ്കിൽ 50% എന്താണ്? എടാ 100ന്റെ എന്താണ് 50 എന്ന് പറഞ്ഞാൽ? 100ന്റെ പകുതി അല്ലടാ, 100ന്റെ പകുതിയല്ലേ. അപ്പൊ എന്റെ ആൻസർ എന്തായിരിക്കണം? 200ന്റെ പകുതി ആയിരിക്കണം. അതായത് എന്റെ ആൻസർ എന്ത് വരും? 100 ആവും. അങ്ങനെയാണെങ്കിൽ പറ, ഇതിന് പകരം 25% ചോദ്യമെങ്കിലോ ഇതിന്റെ പകുതിയും കൂടി എടുക്കണം, 50 വരും. 25 അല്ല 12% എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിലോ ഇതിന്റെ പകുതി ആയിരിക്കും ആൻസർ, 25. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിക്കേ. 200ന്റെ 25% എന്ന് പറഞ്ഞാൽ എന്താ? 200ന്റെ 100% എന്ന് പറഞ്ഞാൽ 200. അപ്പൊ 50% 100. അപ്പൊ 25% 50. അപ്പൊ 12% അതിന്റെ പകുതി. അങ്ങനെ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ 100%ത്തിൽ നിന്ന് തന്നെ. അപ്പൊ 200ന്റെ 10% എത്രയാ? 200ന്റെ 10% എത്രയാ? 1 ഡെസിമൽ പോയിന്റ് 20. 200ന്റെ 1% എത്രയാ? 2 എണ്ണം മാറിയിട്ട് ഡെസിമൽ പോയിന്റ്. അപ്പൊ 2. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. 80ന്റെ 20%. എളുപ്പമാണ്. 80ന്റെ 20% എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? 80 × 20/100 എന്ന് എഴുതാം. അല്ലെങ്കിൽ അതിന്റെ ഫ്രാക്ഷൻ അറിയുന്ന ഒരാള് 80 × 1/5 എന്ന് എഴുതാം. അപ്പൊ ഉത്തരം 2 കേസിലാണെങ്കിൽ 20ഉം 100ഉം വെട്ടിപ്പോയി കഴിഞ്ഞാൽ താഴെ 5 വരും. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഈ 5നെ 80നെ വെട്ടിക്കളയാം. എന്നിട്ട് എന്താ എഴുതാം? 16 എന്ന് എഴുതാം. ഇവിടെ ഞാൻ എന്താ ചെയ്തത്? ഈ വെട്ടിക്കളഞ്ഞിട്ട് 1/5 എന്ന് എഴുതുന്നതിന് പകരം ഡയറക്റ്റ് അതിനെ 1/5 എന്ന് ഫ്രാക്ഷൻ വാല്യൂ 20%ന്റെ ഫ്രാക്ഷൻ വാല്യൂ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ 1/5 ആണെന്ന് അറിയാം. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഇവിടെ 80%ന്റെ 10% കാണാൻ നിങ്ങൾക്ക് എളുപ്പമല്ലേ? 80%ന്റെ 10% മനസ്സിൽ കണക്കൂട്ടാനല്ലേ ഉള്ളൂ. 80%ന്റെ 10% 8 ആണെങ്കിൽ എടാ 20% എത്രയാ? 8ന്റെ ഇരട്ടി ആയിരിക്കൂലേ? 16. മനസ്സിൽ ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ 80%ന്റെ 80ന്റെ 30% കാണാൻ പറഞ്ഞല്ലോ. 8×3 24. ചിലവർ പറയും അതിനെക്കാട്ടും എളുപ്പം സാറേ 80 × 30/100 എളുപ്പം. അതല്ല, നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളത് അതാണ്. അത് മാറി പഠിച്ചു കഴിഞ്ഞാലേ എളുപ്പം ഏതാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ 80ന്റെ 20% എന്ന് പറയുമ്പോൾ 80 × 20/100 അല്ലേ എളുപ്പം? ഇത്ര സമയം എടുക്കൂലല്ലോ. എനിക്കിത് പറഞ്ഞു തരാനാണ് ഇത്ര സമയം എടുക്കുന്നത്. 80ന്റെ 37 പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ആൻസർ പറയും. നിങ്ങൾ പറയുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അപ്പൊ നമുക്ക് എഴുതേണ്ടി വരും എന്ത്? 80 × 37.5%. അപ്പൊ നിങ്ങൾ 37.5% ഡിവൈഡഡ് ബൈ 100 എന്ന് പറയും. ഞാൻ അതിന്റെ ആൻസർ 30 എന്ന് പറയും. നിങ്ങൾ 80 × 37 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയും ചെയ്യും. അപ്പോ നിങ്ങൾക്ക് അറിയണത് ശരിയാണ്. പക്ഷെ എളുപ്പം അതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾക്ക് അറിയുന്നത് അത് മാത്രമാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പുതിയൊരു മെത്തേഡ് നല്ലതാണെന്ന് പറഞ്ഞു തരുമ്പോൾ അതുകൂടി പഠിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഏതാണ് എളുപ്പം എന്നുള്ളത് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ 15ന്റെ 30% കാണാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ 15 × 30/100 എഴുതുന്നതിനെക്കാട്ടും എളുപ്പം 15ന്റെ 10% 1.5. അപ്പൊ 30% 1.5 × 3 4.5 എന്ന് പറയാനാണ്. മനസ്സിലാവുന്നുണ്ടോ? 36ന്റെ ഇതൊക്കെ ഇങ്ങനത്തെ വാല്യൂസ് ആയതുകൊണ്ടാണ്. ഉദാഹരണം ഞാൻ പറയാം. ഇങ്ങനത്തെ ഒരു നമ്പറിന് പകരം 20% കാണാൻ നിങ്ങളെടുത്ത് ആവശ്യപ്പെട്ടത് ശ്രദ്ധിച്ചു കേട്ടോ. 17 അല്ലെങ്കിൽ 17ന്റെ തന്നെ കൂട്ടിക്കോ. 17ന്റെ 20% നിങ്ങൾ എന്ത് ചെയ്യും? അറിയാത്ത ഒരാളാണെങ്കിൽ എളുപ്പം അതല്ലേ എന്ന് പറഞ്ഞിട്ട് 17 × 20/100 എന്ന് എഴുതി. ശരി, ഇനി എന്താ ചെയ്യുക? 20നെ 100നെ വെട്ടിക്കളഞ്ഞു. വെട്ടിക്കളയുമ്പോൾ എന്താ വരിക? വെട്ടിക്കളയുമ്പോൾ താഴെ വരാൻ പോകുന്ന വാല്യൂ 5. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? 17 ഡിവൈഡഡ് ബൈ 5. 5നെ 17നെ വെട്ടാൻ അറിയില്ല. സമയം പോകുന്നത് കണ്ടോ? മെത്തേഡ് പുതിയത് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ ഇപ്പൊ പഠിച്ച മെത്തേഡ് വഴി നിങ്ങൾ പറ 17ന്റെ 20% പറയടാ. 17ന്റെ 20% എന്ന് പറഞ്ഞ പറ.
എന്താ ഒരു ആൻസർ? 17ന്റെ 10% എത്രയാ? മനസ്സിൽ കണക്കൂട്ടാനേ ഉള്ളൂ, ഒരു ഡെസിമൽ പോയിന്റ്. അപ്പൊ 20% എത്രയാ? 1.7 × 2, അതായത് 3.4. കഴിഞ്ഞു. 17ന്റെ 20% 33.4. ഓക്കെ, അത് 2 ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ 17 × 20/100 എന്നുള്ളത് ഇങ്ങനെ വെട്ടുന്നതിന് പകരം അതിനെ ഇങ്ങനെ വെട്ടിയാൽ പോരെ? എന്നിട്ട് 17 × 2 34/10 3.4. ഇതല്ലേ സാർ എളുപ്പം? എല്ലാം എളുപ്പമാണ്, പരീക്ഷ പാസ്സായാൽ മതി. നിങ്ങൾക്ക് കൺവെൻഷണൽ മെത്തേഡിൽ നിങ്ങൾക്ക് ആ എൻറ്റയർ പരീക്ഷയിൽ ഏറ്റവും വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ആൾ നിങ്ങളാണോ? എങ്കിൽ നിങ്ങളുടെ മെത്തേഡാണ് ഏറ്റവും നല്ലത്. ആ മെത്തേഡ് തന്നെ പഠിച്ചാൽ മതി, ഒരു തെറ്റുമില്ല അതിൽ. പക്ഷേ ആ പരീക്ഷ എഴുതുന്ന കൂട്ടത്തിൽ നമ്മളുടെ മെത്തേഡ് മൂലം നമ്മൾ പുറകോട്ടായി പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്, നിങ്ങളുടെ കുറ്റമാണ്. അതുകൊണ്ടാണ് പുതിയ മെത്തേഡായിട്ട് ഈ ഒരു രീതിയിലും കൂടി നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്ന് പറയുന്നത്. 320ന്റെ 10% പറയാൻ വല്ല സമയം വേണോ? 32. 10/100 എന്നൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ അടുത്തത് പറഞ്ഞോ, 800ന്റെ 25%. 800ന്റെ 25% അറിയുന്നവർ പെട്ടെന്ന് എടുത്ത് ചെയ്തിട്ടുണ്ടാവും. എന്താ? ഫ്രാക്ഷൻ വെച്ചിട്ട് അങ്ങ് ചെയ്തിട്ടുണ്ടാവും. 800ന്റെ 1/4, ആൻസർ 200. അതാണ് അതിന്റെ എളുപ്പവഴി. ഇതിന്റെ എളുപ്പവഴി ഇത് തന്നെയാണ്. എന്ത്? ഫ്രാക്ഷൻ അറിയാമെങ്കിൽ വെട്ടിപ്പോകുന്ന വാല്യൂ ആണ് മുകളിലുള്ളെങ്കിൽ ഏറ്റവും എളുപ്പം ആ സമയത്ത് നമ്മൾ ഫ്രാക്ഷൻ വാല്യൂ അപ്ലൈ ചെയ്യുന്നതാണ്. അല്ലാതെ 800 × 25/100 എന്ന് എഴുതുന്നതല്ല. ഇതിനെക്കാട്ടും എളുപ്പം എന്താ? 800ന്റെ 100% എത്രയാ? 800. 800ന്റെ 50% അപ്പൊ എത്രയായി? 400. അപ്പൊ 800ന്റെ 25% എത്രയായി? 50% 400 ആണെങ്കിൽ 25% 400ന്റെയും പകുതി ആയിരിക്കും, അല്ലടാ? അപ്പൊ എത്രയാ വരിക? 200. ഇതിനെക്കാട്ടും നല്ല മെത്തേഡ് എന്താ? ഇതാ. ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് അതാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യാൻ പ്രാപ്തരാവണം. എന്നാൽ അടുത്തത് പറഞ്ഞോ, 900ന്റെ 40%, 900ന്റെ 40%. സിമ്പിൾ ആണ്. 10% എത്രയാ? 900ന്റെ 10% എത്രയാ? 90. 10% 90 ആണെങ്കിൽ 40% എത്രയായിരിക്കൂടാ? 90 × 4 360. മനസ്സിലായോ? 10%ന്റെ വാല്യൂ 90 ആണെങ്കിൽ 40% എന്ന് പറഞ്ഞാൽ എന്താ? 10 × 4 അല്ലേ 40 തരിക. അപ്പൊ എന്താ വരാൻ പോകുന്നത്? 90 × 4 360. ദാറ്റ്സ് ഇറ്റ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ക്ലിയർ? ശരി. 2400ന്റെ 75% എന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പവഴി എന്താണെന്ന് അറിയോ? ഏറ്റവും എളുപ്പവഴി കാണാപ്പാടം പഠിച്ച കാര്യം അങ്ങ് അപ്ലൈ ചെയ്യുന്നതാണ്. 75%ന്റെ ഫ്രാക്ഷൻ വാല്യൂ 3/4 ആണ്. 2400നെ 600 പ്രാവശ്യം ക്യാൻസൽ ചെയ്യും. 3 × 600 1800 ആണ് ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം. 1800 ആണ് ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം. ഇനി ഇതിന് വല്ല നമ്മളിപ്പോ പറഞ്ഞ രീതിയിൽ ഓറലി ആൻസർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. എടാ 2400 100% ആണെന്ന് അറിയാലോ, അത് എഴുതേണ്ട കാര്യം അല്ലാതെ തന്നെ മനസ്സിൽ നമുക്ക് ചിന്തിക്കാം. 50%ന്റെ വാല്യൂ എത്രയാ? ഇതിന്റെ പകുതിയാണ്. എത്രയാ? 1200. 25%ന്റെ വാല്യൂ എത്രയാ? ഇതിന്റെ പകുതിയായിരിക്കും, 600. എടാ 50 25 കൂട്ടി എനിക്ക് എന്ത് കിട്ടും? 75% കിട്ടും. അപ്പൊ ആൻസർ എന്തായി? 1800. ഇപ്പൊ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക എന്തെന്നറിയോ, ഇത്രയൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? മോനെ, ഞാനിത് എഴുതുന്നത് എൻ്റെ മനസ്സിലാ. ഞാൻ നിങ്ങൾക്ക് കാണാം, എൻ്റെ മനസ്സ് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാൻ പറ്റൂലല്ലോ. എൻ്റെ തലയിലൂടെ പോകുന്നത് എനിക്ക് തുറന്ന് കാണിച്ചു തരാൻ പറ്റില്ല, അത് എഴുതി കാണിച്ചു തരാനല്ലേ പറ്റുള്ളൂ. എൻ്റെ മനസ്സിൽ നടന്നത് ഒരു സ്പ്ലിറ്റിംഗ് ആണ്. 75% ഓഫ് 2400 എന്ന് പറയുമ്പോൾ 2400ന്റെ 50ഉം 25ഉം. 2400ന്റെ 50 എന്ന് പറഞ്ഞാൽ 1200, 25 എന്ന് പറഞ്ഞാൽ 1200ന്റെ പകുതി 600. 1200 600 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലോട്ട് വന്നു 1800. മനസ്സിലായോ? അപ്പൊ ഇത് ഞാൻ എഴുതിയത് നിനക്ക് കാണാൻ വേണ്ടിയിട്ടാ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാ. ഇറ്റ് ഹാപ്പൻസ് ഇൻ മൈ മൈൻഡ്. ഓക്കെ, അപ്പൊ മൈൻഡ് കാൽക്കുലേഷൻ ഫാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ എഴുതാതെ തന്നെ മനസ്സിൽ ആ സ്പ്ലിറ്റിംഗ് നടക്കും. ഇതിന് മാത്രമാണോ ചെയ്യാൻ പറ്റുക? അല്ല. ഇതിപ്പോ സപ്പോസ് 42.5 ചോദിച്ചതെന്ന് വെച്ചോ, 42.5% ഇവിടെ നമ്മളെടുത്ത് ഈ ഒരു എക്സാമിനർ ചോദിച്ചതെന്ന് വെച്ചോ, അപ്പോഴും ഇതെന്റെ മനസ്സിൽ സംഭവിക്കും. എങ്ങനെയാ സംഭവിക്കുക എന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. 42.5 എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വന്ന സ്പ്ലിറ്റ് എന്താണെന്ന് അറിയോ? 42.5 എന്ന് പറയുമ്പോൾ പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം.
42.5%. എൻ്റെ മനസ്സിൽ വന്ന സ്പ്ലിറ്റ് എന്താണെന്നറിയോ? 50%ൽ നിന്ന് 7.5% സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 42.5% കിട്ടും. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടിയത്? പ്രാക്ടീസ് ആണ്, മനസ്സിലിട്ടുള്ള പ്രാക്ടീസ്. ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് വാല്യൂ കോമ്പിനേഷൻസ് മൈൻഡിലിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലോട്ട് പെട്ടെന്ന് വരും. 42 എന്ന് പറഞ്ഞാൽ 50 - 7.5. ഇപ്പൊ ചില ആൾക്കാർക്ക് വരും, സാറേ ഇതിനെക്കാട്ടും എളുപ്പം 30 + 12.5 ആയിരുന്നില്ലേ എന്ന്. ആകാം. നിങ്ങളെ മനസ്സിലേക്ക് അതാണ് വന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. 30% പ്ലസ് 12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് എത്രയാണ്? 42.5%. കറക്റ്റ് ആണ്. പക്ഷെ എൻ്റെ മനസ്സിലോട്ട് ഇതാണ് വന്നത്. ഇത് കറക്റ്റ് ആയിട്ട് 50% എന്ന് പറഞ്ഞാൽ 1200. 50% എന്ന് പറഞ്ഞാൽ 1200. 7.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. 75% എത്രയാ? ഇതിന്റെ 75%. ഇതിന്റെ 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2400ന്റെ 3/4 ആണെന്ന് എനിക്കറിയാം. 1800 ആണ്. 1800 ആണ് 75% എങ്കിൽ 7.5% എത്രയായിരിക്കും? എടാ 75%ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 ആണെങ്കിൽ 7.5% എന്ന് പറഞ്ഞാൽ ഒരു ഡെസിമൽ മാറിയിട്ട് 180 ആയിരിക്കും. 1200ൽ നിന്ന് 180 കുറച്ച് കഴിഞ്ഞാൽ 1020 ആയിരിക്കും. അപ്പോൾ 2400 എന്ന് പറയുന്നതിന്റെ 42.5% എന്ന് പറഞ്ഞാൽ 1020. ആൻഡ് മൈ ഡിയർ, ട്രസ്റ്റ് മീ, ദിസ് ഹാപ്പൻസ് ഇൻ മൈ മൈൻഡ്. 50% എന്ന് പറയുന്ന വാല്യൂ 1200 ആണെന്നും 7.5% എന്ന് പറയുമ്പോൾ 75%ന്റെ ഒരു ഡെസിമൽ മാറ്റിയിട്ടാൽ 7.5 കിട്ടും എന്നുള്ള എൻ്റെ ആ ഒരു മൈൻഡ് കാൽക്കുലേഷൻ എനിക്ക് ഇതിന്റെ ആൻസർ ഫ്രാക്ഷൻ ഓഫ് സം സെക്കൻഡ്സിൽ തന്നെ എനിക്ക് തരും. ക്ലിയർ? Moving on to the next one, 60% of 750. 750യുടെ 60% എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും മനസ്സിലേക്ക് വരാം. എൻ്റെ മനസ്സിലേക്ക് അത് 3/5 എന്ന് വന്നു. 15 ഇവിടെ 150 പ്രാവശ്യം. ദ ആൻസർ ഈസ് 450. ഒരു പ്രശ്നവുമില്ല, ചെയ്തത് കറക്റ്റാണ്. ഇനി അറിയാത്ത ആൾക്കാർക്ക് ഇതിനെനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമായിരുന്നോ? തീർച്ചയായിട്ടും പറ്റും. 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലോട്ട് 50% 10% വന്നു കഴിഞ്ഞാൽ 750ന്റെ 50% എന്ന് പറഞ്ഞാൽ 375 ആണ്. 10% എന്ന് പറഞ്ഞാൽ 75 ആണ്. ആൻസർ എന്തായടാ? 75 150 450. ഇങ്ങനെയും എനിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. 60% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 50% പ്ലസ് 10%. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെങ്കിൽ മക്കളെ വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ 750 ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ക്യാൻസലേഷൻ സംഭവിച്ചത്. ഏത്? 3/5 എടുത്തപ്പോൾ 750 ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റിയത്. സപ്പോസ് ഈ വാല്യൂ 750 പകരം ശ്രദ്ധിച്ചു കേട്ടോ, എടാ 840 ആയിരുന്നു എന്ന് വെച്ചോ. 840ന്റെ 60% കാണാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയം അവിടെ വേണ്ടി വരും. നേരെ മറിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അതിനെ കണക്ക് കൂട്ടുന്നതെങ്കിൽ മനസ്സിൽ 50 വന്നു, മനസ്സിൽ 10 വന്നു. 840ന്റെ 50% 420, പിന്നെ 84, 4 0 504 ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 840ന്റെ 60%. എവറിത്തിങ് ഹാപ്പൻസ് ഇൻ മൈ ബ്രെയിൻ. ഓക്കെ, സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇത് എഴുതാൻ ഇത്രയും സമയം എടുക്കുന്നില്ലേ. ഇല്ല, എഴുതി പഠിപ്പിക്കാനാണ് സമയം എടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരണം. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% കാണാൻ അറിയാലോ. 100% 2500 ആണെങ്കിൽ 100% ആണെങ്കിൽ വേറൊരു 100% കൂടി എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വേറൊരു 100% കൂടി എടുത്തു കഴിഞ്ഞാൽ 200% ആവൂലേ. സോ വാട്ട് ഈസ് ആൻസർ? 5000 is the right answer. കേട്ടോ, 5000 is the right answer. 5000 ആണ്. എടാ മക്കളെ, ഇതും 100%, ഇതും 100%. മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പരിപാടി കഴിയും. 120% ഓഫ് 1800 എന്ന് പറയുമ്പോൾ പല രീതിയിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എൻ്റെ മനസ്സിൽ പല രീതിയിൽ സ്പ്ലിറ്റ് നടക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ 100% പ്ലസ് 20% എന്ന് ചിന്തിക്കാം. പക്ഷേ എനിക്ക് എളുപ്പം എന്താണെന്നറിയോ? എനിക്ക് എളുപ്പമായിട്ട് ഇതിനെ 50% പ്ലസ് 50% പ്ലസ് 10% പ്ലസ് 10% എന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ 100% പ്ലസ് 10% പ്ലസ് 10% എന്ന് ചിന്തിക്കാം. 20%ത്തിന് പകരം. അപ്പൊ 1800ന്റെ 100% എത്രയാ? 1800ന്റെ 100% 1800 തന്നെ.
10% എത്രയാ? 180. വീണ്ടും ഒരു 10% കൂട്ടിയാൽ 180. ടോട്ടൽ കൂട്ടുമ്പോൾ എത്രയാ വരാൻ പോകുന്നത്? 0, 8 3 24, 2 8 2 10 12, 2240 എന്ന് വരും. സ്പീഡായിട്ട് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നാം. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്തത്. എൻ്റെ മനസ്സിൽ പോയ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ബിക്കോസ് 1800ന്റെ 120% എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ 100ഉം 10ഉം 10ഉം വന്നു. 120 അല്ല വന്നത്, 100ഉം 10ഉം 10ഉം എൻ്റെ മനസ്സിൽ വന്നു എന്ന് മാത്രമല്ല, അത് കണ്ടുപിടിക്കലും കഴിഞ്ഞു, അതിൻ്റെ അഡീഷനും കഴിഞ്ഞു, അതിൻ്റെ ആൻസറും വരും കേട്ടോ. 100% എത്രയാ വരാൻ പോകുന്നത്? 1800. 10% എത്രയാ? 180. വീണ്ടും ഒരു 10% 180. 360ഉം 1860. അപ്പൊ എന്താ വരാൻ പോകുന്നത്? 1800. 1800ന്റെ കൂടെ 300 കൂട്ടി എന്താ വരാൻ പോകുന്നത്? എല്ലാം സ്പ്ലിറ്റിംഗ് ആൻഡ് ആഡിങ് ആണ്. 1800ന്റെ കൂടെ 300 കൂട്ടി കഴിഞ്ഞാൽ എന്താ? 2100. 2100 നേരത്തെ ഞാൻ എഴുതിയ എന്തോ വാല്യൂ മാറിയിട്ടാവും തോന്നുന്നു. 1800ന്റെ കൂടെ 300 കൂട്ടി കഴിഞ്ഞാൽ 2100. 2100 60ഉം കൂട്ടി കഴിഞ്ഞാൽ 2160. എഴുതുന്നതുകൊണ്ടാണ് മൈൻഡിൽ കണക്ക് കൂട്ടുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും, തെറ്റൂല. നമ്മളെ മനസ്സിൽ കിട്ടിയ ഉത്തരം നമ്മളുടെ ആ ഒരു ഇതിലൂടെ നമ്മളെ കയ്യിലോട്ട് വന്ന് കയ്യിൽ നിന്നത് പേനയിലൂടെ ഇവിടെയോട്ടൊക്കെ എത്തുമ്പോൾ ഒരുപാട് സമയം അങ്ങനെ തന്നെ പോയി കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിക്കോ. 240ന്റെ 150 മനസ്സിലോട്ട് വന്നോ? എന്താ വന്നത്? 100ഉം 50%. 100ഉം 50%. 100% എത്രയാ? 250. 50% എത്രയാ? 50% 120. അപ്പൊ 240ന്റെ കൂടെ 120 കൂട്ടിയാ ഇതിന്റെ ആൻസർ എത്രയായി? 360. ഇതിന്റെ ശരി ഉത്തരമാണ് കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ പറ 125. 125 എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലേക്ക് വരേണ്ടത്? 100ഉം 100% പ്ലസ് 25%. 25% കണ്ടുപിടിക്കാനാണ്. പകുതിന്റെ പകുതി കണ്ടുപിടിച്ചാൽ മതി. 1200 100 ആണെങ്കിൽ 600 ആണ് 50, 300 ആണ്. മനസ്സിലാവുന്നുണ്ടോ? 1200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആണല്ലോ. അപ്പൊ അതിന്റെ പകുതിയായിട്ടുള്ള 600 ആയിരിക്കും 50%. അതിന്റെ പകുതിയായിട്ടുള്ള 300 ആയിരിക്കും എന്ത്? 25% എന്ന് പറഞ്ഞാൽ. അപ്പൊ ആൻസർ എത്രയായി? 125 എന്ന് പറഞ്ഞാൽ 1200ഉം 300ഉം 1500 ആയിരിക്കും അതിന്റെ ശരി ഉത്തരം. 25% വാല്യൂ എന്താ? 300 എന്നാണ് കിട്ടുക കേട്ടോ. സിമ്പിൾ ആണ്, കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. സ്പ്ലിറ്റ് ചെയ്യുക, നമുക്ക് വേണ്ട രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. 240നെ നിങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 1400ന്റെ 240 കണ്ടുപിടിക്കണം. 200% കണ്ടുപിടിക്കാൻ എളുപ്പമല്ല, ഇതിനെ ഡബിൾ ചെയ്താൽ മതി അല്ലേ? അപ്പൊ എന്താ വരാൻ പോകുന്നത്? 2800 എന്ന് വരും. പിന്നെന്താ വരാൻ പോകുന്നത്? 40% കാണണം. 10% എത്രയാടാ? 10% 140 ആണെങ്കിൽ 40% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 4 ആണ്. 14 ഗുണം 4, 14ന്റെ ടേബിൾ അറിയണം. 14 28 42 56 കേട്ടോ. അപ്പൊ 56 വന്നു. 14 4 56, 56 0 560. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ എന്തിനാ ആഡ് ചെയ്യണം? 516 ആഡ് ചെയ്യണം. 60 വരും. ഇവിടെ 3 വരും. 3360 ആയിരിക്കും. ഞാൻ അവസാനമൊക്കെ വന്നപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തതെന്ന് എനിക്കറിയാം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. എങ്കിലും നിങ്ങൾക്ക് DI ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ സ്പ്ലിറ്റിംഗ് ആൻഡ് ആഡിങ്. ഇതിപ്പോൾ 240 എത്ര എളുപ്പമാണ്. ഈ 240 242 ആയിരുന്നെങ്കിലോ? സപ്പോസ് ദ വാല്യൂ വാസ് 242.5%. അപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ്ടേ? സപ്പോസ് ദ വാല്യൂ 237.5% ആയിരുന്നെങ്കിലോ? അപ്പോഴും മനസ്സിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം. 200% പ്ലസ് 37.5%. 200% is nothing but the double of this. അപ്പൊ എന്ത് വരും? 2800 എന്ന് വരും. 37.5% എന്ന് പറയുമ്പോൾ 3/8 of 1400 എന്ന് വരും. You will have to solve it in that way itself. മനസ്സിലാവുന്നുണ്ടോ? So very 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 important topic. Concept is very simple, but it takes a lot of pain, lot of effort, lot of hard work, lot of sleepless nights to acquire this kind of skill. So invest a lot of time for calculations. Okay, calculations ഒരുപാട് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. So that's all in this video. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള ആസ്പിരൻസിന് അവർക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവുള്ളൂ. വളരെ സീരിയസ് ആയിട്ട് ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, എനിക്കൊരു സർക്കാർ ജോലിയോ ബാങ്ക് ജോലിയോ whatever it is, ഒരു ജോലി, സ്ഥിര വരുമാനം, അത് സർക്കാരിന്റെയോ അത് ബാങ്കിന്റെയോ ആരുടെയോ ആകട്ടെ, വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സീരിയസ് ആസ്പിരന്റിന് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവനത് വേർത്തി ആയിരിക്കും, അവനത് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അവരത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഒരു കോമ്പീറ്റിംഗ് ആസ്പിരന്റ് ആയിട്ട് അവർ വളരാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, നിങ്ങളും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. ഓൾ ദ ബെസ്റ്റ്, ബൈ, സീ യു.